Thank you very much, sir. Sir, I crave the indulgence of all the members cutting across the party lines. This is not a partisan issue, this is a bipartisan issue. Sir, we have a parliamentary democracy based on multi-party system. Yesterday, an unfortunate incident happened. A Delhi police team barged into the headquarters of CPM, which is a national political party. You know that, sir. Camera not showing, sir. Why are they camera playing like this? No. You address to me. Sir. You address to me. Sir. You address to me. Sir. Yesterday, Delhi police team barged into AKG Bhavan. You have huge respect. You have told many a time respect for AK Gopalan. Sir, it was to arrest Aishi Ghosh, Madam Nirmala ji, who is a former JNU student union president. Her only mistake was that she participated in Jantar Mantar agitation. Leave it, sir. Sir, I happen to be there, sir. I want your indulgence. Yashankar ji, you also should. I happened to go there. I asked the Delhi police team, why did you barge into the office of a national political party? Then they said they want to arrest Aishi Ghosh, who is here. And I asked, what is the reason? They said there is a case pending against her. And I asked about the case. 2021 case with regard to certain protest in JNU campus. Sir, then I told them, sir, please listen. Sir, this is a... Arey, Shramik, please. Sir, this is a bipartisan issue. I have no problem in Delhi police. I have no problem Delhi police have. Sir, the shocking thing is that they came without uniform. Now you conclude. Sir, now 1997 Act. SOP of Delhi police. The Delhi police has to be identified. My demand is that they want to scare, send the fear across the youngsters. Now you conclude. I want a statement from the Honorable Home Minister as to what has happened. Rajiv Bhattacharya ji. Thank you very much, sir. ഡി ധനസ്മുദിലേക്ക് വീണ്ടും. സുമോദ്, എന്താണ് ബ്രിട്ടാസ് സഭയിൽ പറഞ്ഞത്? ബ്രിട്ടാസ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് നേരത്തെ സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ടായിരുന്നു. ഒരു അറസ്റ്റുമായി ബന്ധപ്പെട്ട് പോലീസ് എത്തുമ്പോൾ ഏത് തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങളാണ് പാലിക്കേണ്ടത്, കൃത്യമായ യൂണിഫോം ഉണ്ടാകണം, അതേപോലെ തന്നെ നെയിം ബോർഡ് കൃത്യമായി യൂണിഫോമിൽ പ്രദർശിപ്പിക്കണം. ഇതൊന്നുമില്ലാതെ മഫ്തി വേഷത്തിൽ മാത്രമാണ് അതും അവർ എത്തിയിരിക്കുന്നത്, AKG ഭവനിൽ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള നടപടിക്രമങ്ങൾക്കും വിരുദ്ധമായിട്ടാണ് അവർ എത്തിയത് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. മാത്രമല്ല, ജോൺ ബ്രിട്ടാസ് സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ആദ്യം രാജ്യസഭ ടിവിയുടെ ക്യാമറ കാണിച്ചിരുന്നത് അധ്യക്ഷനിലേക്ക് മാത്രമായിരുന്നു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനിലേക്ക് മാത്രമായിരുന്നു. താൻ പ്രസംഗിക്കുന്നത് രാജ്യസഭാ ടിവിയിൽ കാണിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞതിന് ശേഷം മാത്രമാണ് അദ്ദേഹത്തിന്റെ ദൃശ്യം രാജ്യസഭാ ടിവിയിൽ കാണിച്ചത്. മാത്രമല്ല, ഇവർ ഐഷി ഘോഷ് എന്ന് പറയുന്നത് തന്നെ അവർ നേരത്തെ JNUവിലെ നേതാവായിരുന്നു. JNUവിൽ 2021 നടത്തിയ ഒരു സമരത്തിന്റെ ഒരു പഴയ കേസ് കുത്തിപ്പൊക്കിയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. ഈ തരത്തിലുള്ള ഒരു അറസ്റ്റ് ചെയ്യാൻ എത്തിയതിന്റെ പ്രധാനപ്പെട്ട കാരണം അവർ ജന്തർ മന്ദർ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു എന്നുള്ളത് തന്നെയാണ്. താനും ജന്തർ മന്ദർ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ആളാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം സർക്കാരിനെതിരെ രംഗത്ത് വന്നത്. പക്ഷേ JP നദ്ദ ഇതിന് മറുപടി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ സഭയിലെ അംഗമായിരിക്കെ തന്നെ 2 തവണയാണ് അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു അറസ്റ്റുമായി ബന്ധപ്പെട്ട സാധാരണ നടപടികൾ മാത്രമാണ്. ജോൺ ബ്രിട്ടാസ് ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ്, അസാധാരണമായ ഒന്നുമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് JP നദ്ദ ചെയ്തത്. ഇതിനെതിരെയുള്ള ഇപ്പോഴുള്ളത് ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ്, പറയാതെ പറയുകയാണോ?
നമുക്ക് അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കാം. കാരണം താനും ഇതുപോലെ അറസ്റ്റിലായിട്ടുണ്ട്, അതുകൊണ്ട് പ്രത്യേകിച്ച് അസാധാരണമായ സംഭവങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് JP നദ്ദ പറഞ്ഞത്. ഇതിൽ നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, കേവലം തമിഴ്നാട് PCC അധ്യക്ഷൻ മാണിക്കം ടാഗോർ മാത്രമാണ് പാർലമെന്റ് കവാടത്തിൽ നടത്തിയ ഇടത് എംപിമാരുടെ സമരത്തിൽ പിന്തുണ നൽകിയത്. അതായത് ഈ ഐഷി ഘോഷിന്റെ അറസ്റ്റ് ശ്രമവും AKG ഭവനിൽ പോലീസ് കടന്നു കയറാൻ ശ്രമിച്ചതിനെതിരെ ഇടത് എംപിമാർ ആയിരുന്നു അത് പ്ലക്കാർഡും ഉയർത്തിക്കൊണ്ട് പാർലമെന്റ് കവാടത്തിൽ സമരം നടത്തിയിരുന്നത്. അപ്പോൾ കോൺഗ്രസിന്റെ കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ ആരും ഇതിനോട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എത്തിയിരുന്നില്ല. മറിച്ച് മാണിക്കം ടാഗോർ മാത്രമാണ് ഒരു കോൺഗ്രസ് MP എന്ന തരത്തിൽ അവർക്ക് പിന്തുണയുമായി എത്തിയത്. പക്ഷേ സഭയിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ തിരിയുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ജോൺ ബ്രിട്ടാസ് സംസാരിക്കുമ്പോൾ ജോൺ ബ്രിട്ടാസിന് പിന്തുണയുമായി എത്തിയത് രാജ്യസഭയിലെ നേതാവായിട്ടുള്ള പ്രതിപക്ഷ നേതാവായിട്ടുള്ള കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ തന്നെയാണ്. അദ്ദേഹം പറയുന്നത് ഒരു ദേശീയ പാർട്ടിയുടെ ആസ്ഥാനത്താണ് ഇതുപോലെ പോലീസ് കയറിയിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ഒറ്റക്കെട്ടായി CPM-ന് വേണ്ടി അണിനിരക്കുന്ന ഒരു കാഴ്ചയാണ് രാജ്യസഭയിൽ കണ്ടത്. നേരത്തെ അജും സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ന്യായങ്ങൾ നിരത്തിക്കൊണ്ട് JP നദ്ദ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് ശ്രമിച്ചത്.